ഇതാരുണ്ടാക്കിയ നിയമമായിരുന്നു? ഇത് എങ്ങനെയുണ്ടായ നിയമമായിരുന്നു? മാറുമറക്കുവാൻ വേണ്ടി കേരളം ഭരിച്ചൊരു ഭരണാധികാരി അവരോട് പറഞ്ഞപ്പോ അതിനെതിരെ സമരം ചെയ്തവരായിരുന്നു കേരളീയ തരുണീമണികൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞില്ല നമ്മുടെ സാംസ്കാരിക തികവായി നമ്മൾ എടുത്തു പറയാറുള്ള നമ്മള് പഴയ സംസ്കാരങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു വരാറുള്ള പല കാര്യങ്ങളുണ്ട്. നിലവിളക്കിനെ പോലെയുള്ള, അതല്ലെങ്കിൽ നമ്മുടെ ഈ താലപ്പൊലിയെ പോലെയുള്ള കാര്യങ്ങൾ. താലപ്പൊലി രസകരമായ, അല്ല ഭോഗാസക്തമായ, വൃത്തികെട്ട ഒരു സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അത് പുതിയ രൂപത്തിൽ അവതരിക്കുന്നു എന്ന് മാത്രം. വലിയ വലിയ ആളുകൾ കടന്നു വരുമ്പോ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടികൾ, അതും ഇത്ര പ്രായത്തിലുള്ളവർ പ്രത്യേകം നിഷ്കർഷിച്ച ആ പെൺകുട്ടികൾ മാറുമറക്കാതെ താലത്തിൽ മറ്റു ചില വസ്തുക്കളുമായി കാത്തിരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങായിരുന്നു താലപ്പൊലി എന്ന് നമ്മൾ അറിയണം. ഞാൻ പറയുന്നത്, നമുക്ക് വർത്തമാന കാലത്ത് മാത്രം ചീത്ത പറയുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. അടിസ്ഥാനപരമായ പ്രശ്നം വർത്തമാനകാലത്ത് കുറച്ച് വ്യാപകവൽക്കരിക്കപ്പെട്ടു എന്നത് ശരി, അതിന് മീഡിയയുടെ അതിപ്രസരം കാരണവുമായി എന്നത് സത്യം. പക്ഷെ എന്നും നമ്മുടെ സമൂഹം, നമ്മുടെ മനുഷ്യർ, നമ്മുടെ ആളുകൾ പല രൂപങ്ങളിൽ, പല കോലങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. പല രൂപങ്ങളിൽ അധാർമികതകളിലേക്ക് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ ഘോരഘോരം നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു 10-15 വയസ്സു മുതൽ ഒരു 20 കൊല്ലക്കാലം കേരളത്തിലെ പല പ്രത്യേകമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും നടത്തുന്ന ചർച്ചകൾ ഒരു അപഗ്രഥനാത്മകമായി നോക്കിക്കാണാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ ചർച്ചയും കേരളത്തിൽ നിന്ന് നടക്കുന്നില്ല. പുതിയ പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ പുതുതായി കടന്നു വരുന്നു. പക്ഷെ പരിഹാരം നിർദ്ദേശിക്കുന്ന രംഗത്ത് പഴയ അതേ വീഞ്ഞ് തന്നെ പുതിയ കുപ്പികളിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതിനർത്ഥം എന്താണ്? പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കാരണം കണ്ടെത്താതെയുള്ള പരിഹാരം സ്വാഭാവികമായും വീണ്ടും പരാജയപ്പെടും. സ്വാഭാവികമാണത്. എന്താണ് കാരണമെന്ന് കണ്ടെത്താതിരിക്കുമ്പോൾ പരിഹരിക്കുന്നത് പല തലങ്ങളിലായിരിക്കും, സ്വാഭാവികമായും പരാജയപ്പെടും. പലരും നിർദ്ദേശിക്കാറുള്ള പരിഹാരം കാണുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരാറുണ്ട്. ഒരു സർദാർജി കഥ, നിങ്ങൾ കേട്ട കഥ തന്നെയാണ്. റോട്ടിലൂടെ സർദാർജി ഇങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ എതിരിലെ സ്നേഹിതൻ വരുന്നു. സ്നേഹിതൻ ചോദിക്കുന്നു, സർദാർജി എന്താണിത്? സർദാർജി ഒരു കാലിൽ ചുവന്ന ചെരുപ്പും മറ്റേ കാലിൽ നീല ചെരുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇതെന്താ സർദാർജിക്ക് എന്ത് പറ്റി? ഇങ്ങനെ എന്താ ചെരുപ്പാൻ കാരണം? ഒരു കാലിൽ ചുവപ്പ്, ഒരു കാലിൽ നീലയാണ്. സർദാർജി പറഞ്ഞു, ഞാനും കുറെ നേരമായി ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് അതിനേക്കാൾ മനസ്സിലാകാത്തത് ഇതേ രൂപത്തിലൊരു ജോഡി ചെരുപ്പ് വീട്ടിലുണ്ട് എന്നുള്ള കാര്യമാണ്. അദ്ദേഹം ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. ഇതേ രൂപത്തിലുള്ള ഒരു ജോഡി വീട്ടിലുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? പ്രശ്നങ്ങളെ അവിടെ ഞാൻ പറയുന്നത് കാലിലെ ചെരുപ്പിനെ വേറിട്ടും വീട്ടിലെ ചെരുപ്പിനെ വേറിട്ടും നിർത്തിക്കൊണ്ടുള്ള പരിശോധന സർദാർജി തുടരുന്നിടത്തോളം കാലം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. നാം നമ്മുടെ പ്രശ്നത്തെ അടിസ്ഥാനപരമായി സമീപിക്കുന്ന രീതികൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. നാം മനുഷ്യനെ കാണുന്ന രീതി മുതൽ ആരംഭിക്കുന്ന ആ പ്രശ്നം വളരെ വിശദീകരിച്ച് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവനും നൽകുവാനുള്ള മറുപടി എന്താണ്? അതേത് പ്രത്യയശാസ്ത്രമാകട്ടെ. വളരെ ഉന്നതമായൊരു കലാലയത്തിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോ, ഉന്നതമായ കലാലയം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ സംസാരിച്ചു പോയാൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട കുട്ടികൾ സ്ഥിതി ചെയ്യുന്ന കലാലയം, അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളു. അവരുടെ നാവ് പോലും കൃത്യമായി വളച്ചും മെഴുക്കിയും എടുത്ത്
ആംഗലേയ ഭാഷ തന്നെ സംസാരിക്കണമെന്ന് വിധിക്കപ്പെട്ട ആ രൂപത്തിലുള്ള ക്രീമി ലെയറിന്റെ ആ രൂപത്തിലുള്ള ഒരു കലാലയം. 9, 10, 11 ക്ലാസ്സുകളിലെ കുട്ടികളുടെ മുന്നിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്? എന്താണ് മനുഷ്യരും ജീവികളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം? ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം പലരും ഉത്തരങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷെ ഒരു ചെറിയ വിഭാഗമെങ്കിലും അതിൽ പറഞ്ഞ ഉത്തരം മനുഷ്യർക്ക് വാലില്ല എന്നതായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണോ അത് പഠിപ്പിക്കേണ്ടതാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന്റെ ചക്രങ്ങളിലൂടെ 9 or 10 വർഷം കഴിഞ്ഞു വന്ന ഒരു കുട്ടി പഠിക്കുന്നത് ഞാനും ഒരു കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഞാനും എന്റെ വീട്ടിലെ പട്ടിയും തമ്മിലുള്ള വ്യത്യാസം, ഞാനും എന്റെ വീട്ടിലെ പൂച്ചയും തമ്മിലുള്ള വ്യത്യാസം, എനിക്ക് വാലില്ല അവന് വാലുണ്ട് എന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്ത് നേടി? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ പറയുന്നത് നമ്മുടെ ചർച്ചകൾ മുഴുവനും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഈ ഒരു തലത്തിലാണ്. എന്താ മനുഷ്യന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മനുഷ്യന് സാംസ്കാരികമായി ഒരുപാട് നേടിയെടുത്തിട്ടുണ്ട്, നാഗരികതകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരുപാട് പുരോഗതിയിലേക്ക് പോയിട്ടുണ്ട്, ശാസ്ത്രരംഗത്ത് ശക്തമായ വിപ്ലവങ്ങൾക്ക് മനുഷ്യൻ കൊടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം കാരണം എന്താന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവന്റെ നട്ടല്ലൊന്ന് നിവർന്നു, താടിയലിന് ആകൃതി വ്യത്യാസം വന്നു. ആൾക്കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആ മാറ്റത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഈ സാംസ്കാരികമായ എല്ലാ ഔന്നത്യവും ഉണ്ടാകാൻ കാരണം നട്ടലിന്റെ ഒരു മാറ്റവും താടിയല് മാറിയതുകൊണ്ട്. തട്ടല് നിവർന്നു, താടിയലിന് ആകൃതി വ്യത്യാസം ഉണ്ടായി. അപ്പോ ഇതെല്ലാം ഉണ്ടായി. ഇതാണ് നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടി, ഇത് പഠിപ്പിക്കപ്പെടുന്ന കുട്ടി, അവൻ സ്വാഭാവികമായും ചിന്തിക്കുന്നുവെങ്കിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ വീട്ടിലെ പട്ടിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം താടിയല്ലിന്റെ വ്യത്യാസവും നട്ടെല്ലിന്റെ നിവരലും മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന പട്ടിക്ക് അമ്മയും പെങ്ങളും തമ്മിലുള്ള വ്യത്യാസമില്ലല്ലോ എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കുകയും അവന്റെ ചുണ്ടുകളിൽ പാട്ട് വിടരുകയും ചെയ്യുകയാണ്. പാടി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. എത്ര സുന്ദരമാണ് പാട്ട്.